സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ആധികാരികമായി ഇന്നലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനു പുറമെ ഇപ്പൊ UDF ചില കക്ഷികളെ ക്ഷണിക്കുന്നു. അതിന്റെ അർത്ഥം UDFന്റെ ബലഹീനത തന്നെയാണ്. UDFന് ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് CPIയെ ക്ഷണിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നു. അത് ഇന്നലെ ബഹുമാന്യനായ ജോസ് കെ മാണി MP തന്നെ സൂചിപ്പിച്ചു. വിഷമകരമായ സാഹചര്യം അവർക്കുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഈ ക്ഷണത്തിന് വരുന്നത്. അവർ കൃത്യമായി ചവിട്ടി പുറത്താക്കിയവരെ ആരെ എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന ചോദ്യം ഉന്നയിച്ചിട്ടും അവരുടെ പുറകെ പിന്നെ ഇവർ നടക്കാൻ ഇടവരുന്നത് അവരുടെ വിഷമകരമായ സാഹചര്യം തന്നെയാണ്. ഇന്നത്തെ സ്ഥിതി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വവും നല്ല മനോഹരമായ ഒരു മറുപടി പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളവരെ BJP പോകാതെ സൂക്ഷിച്ചാൽ മതി, ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഞങ്ങൾ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും ബഹുമാനായ ബിനോയ് വിശ്വവും ആ വിഷയത്തെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മതനിരപേക്ഷ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചുള്ളത്. ഗവൺമെൻറ്റും ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട രാജേഷ് മിനിസ്റ്റർ സുംബ തത്വത്തെ സംബന്ധിച്ചുള്ള സൂചിപ്പിച്ചത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പോരാട്ടത്തിൻ്റെ രംഗത്തേക്ക് ജനങ്ങളാകെ ഉണർത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതിൻ്റെ ഭാഗമാണ് സ്കൂളുകളിലെ ഈ ഡാൻസ്. അത് കായികമായും മാനസികമായും വിദ്യാർത്ഥികൾക്ക് വലിയ രൂപത്തിലുള്ള പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നോട്ട് പോകാൻ